ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള ചീസി കുനാഫ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുനാഫയുടെ ഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുനാഫയുടെ ഡോ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് കേട്ടോ. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് പുറത്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. കാരണം അത് നല്ല കട്ടിയിലായിട്ട് നിൽക്കുക, പിന്നെ കട്ട പിടിച്ചും കൊണ്ടും ഉണ്ടാവും. അപ്പോൾ നൂല് പരുവായിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ബട്ടർ എല്ലാ ഭാഗത്തും ആകും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ബട്ടർ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കരുത്, എല്ലാ ഭാഗത്തും ബട്ടർ ആവണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് അലുമിനിയം ഫോയിലിൻ്റെ ഒരു ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ഇതിൽ സെയിൽ ചെയ്ത് കൊടുക്കല്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെയുള്ള പാത്രങ്ങൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ അതുപോലെ അതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് അമർത്തിയിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചോക്ലേറ്റ് വെച്ചിട്ടോ ക്രീം വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ കുനാഫ. അപ്പോൾ എനിക്കൊന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ചീസി കുനാഫയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുനാഫ ഇതുപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ പിന്നീട് ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ളത് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ, പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കടായിലൊക്കെ കേക്ക് സ്റ്റൗവിൽ വെച്ച് ബേക്ക് ചെയ്യുന്നത് അതുപോലെയും ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു കപ്പ് ഷുഗറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടീസ്പൂണോളം. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓവനിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ കുനാഫ അപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കാവും. അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്താച്ചോ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈ റോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മളിത് കഴിക്കേണ്ടതും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ സ്വീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ക്രീമി ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും കുനാഫ ചെയ്യാം കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ നമ്മൾ ചീസ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല വലിഞ്ഞ് നിൽക്കും കേട്ടോ നമ്മൾ കുനാഫ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, ചൂടോട് കൂടി തന്നെയാണിത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, നല്ല ചൂടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചീസൊക്കെ നല്ല വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.